അവിടെ ഒരാൾ വന്ന് കരയോ പിഴയൊക്കെ ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ നിരവധി ഇലക്ഷനുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ചെറുപ്പകാലഘട്ടം മുതലേ കോളേജിൽ ഫസ്റ്റ് DC റെപ്പായിരുന്നു, എഡിറ്ററായിരുന്നു, ചെയർമാനായിരുന്നു. അന്നൊക്കെ വലിയ ലീഡോടുകൂടി ഞാൻ ജയിച്ചതാണ്. കോളേജിലെ എഡിറ്ററും ചെയർമാനായിട്ടുള്ളത് 1500 വോട്ടിന് ലീഡ് എനിക്ക് അന്നുണ്ടായിരുന്നു. എനിക്ക് 2000 വോട്ടും എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് 500 വോട്ടായിരുന്നു. അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിച്ചിട്ടുണ്ട്, ലോ കോളേജിൽ ചെയർമാനായിട്ട് മത്സരിച്ചിട്ടുണ്ട്, സ്റ്റുഡൻസ് കൗൺസിലായി മത്സരിച്ചിട്ടുണ്ട്, മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. പിന്നീട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. ഈ 2 തവണയും എനിക്ക് വിജയം കിട്ടി. 2016 ഏറ്റവും പ്രബലനായിട്ടുള്ള സാജു പോളിനോടാണ് മത്സരിച്ചത്. അന്ന് എനിക്ക് 7500 വോട്ടിന് ജയിക്കാൻ പറ്റി. 2ാം ടൈമിൽ എനിക്ക് അത്ര അനുകൂലമായ ഘടകമല്ലായിരുന്നു, ജയിക്കാനുള്ള ഘടകങ്ങളില്ലായിരുന്നു. അന്ന് 2020 കൂടി വന്ന് മത്സരിച്ചു. BJP വേറെ കാൻഡിഡേറ്റ് നിർത്തി. അങ്ങനെ വളരെ വാശിയേറിയ പോരാട്ടം നടന്നപ്പോഴും എനിക്ക് 2900 വോട്ടിന് ജയിക്കാൻ പറ്റി. ഇത്തവണ ഞാൻ കുറേ കൂടി സ്ട്രെയിൻ ചെയ്തു, ജനങ്ങളുമായി കൂടുതൽ സംസാരിച്ചു, ഗ്രാമയാത്ര നടത്തി. 1 വർഷക്കാലം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ 117 ദിവസം ഞാൻ രാവിലെ 4:30 മണിക്ക് എണീറ്റ് ഞാൻ ബൈബിൾ വായിച്ച്, ഞാൻ പ്രാർത്ഥിച്ച്, 5:45 ഒരു വീട്ടിൽ ചെന്ന് 5:45 മുതൽ 11 മണി വരെ ഉള്ള എൻ്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജനസമ്പർക്ക പരിപാടിയാണ് ഗ്രാമയാത്ര. അങ്ങനെ 15,000 വീടുകൾ കയറി. വെറുതെ കയറുകയല്ല, അവിടെ പോയി പാവപ്പെട്ട ആളുകളെ കാണുന്നു, കിടപ്പ് രോഗികളെ കാണുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, രോഗികൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള ഫീസ് അടിക്കുന്ന കുട്ടികളുടെ, അങ്ങനെ ചെറുതും വലുതോടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പറയാൻ ഒരുപാടുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം, എന്നെ ഫോൺ വിളിക്കുന്ന ആളുകളുടെ മുഴുവൻ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. വല്ല കാര്യമുണ്ടോ? എന്നെക്കൊണ്ട് ഒരു പൊതുസേവകൻ എന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരിൽ ഭയങ്കര ആത്മവിശ്വാസം. ഞാൻ തയ്യാറാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവും പെരുമ്പാവൂരുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്നെ എന്നും പിന്തുണച്ചിട്ടുണ്ട്. അവരാണല്ലോ എന്നെ എല്ലാം ആക്കിയത്. എന്നെ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറാക്കിയത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. എന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകളാണ്. എന്നെ MLA ആക്കിയത് 2014 ദേശീയ നേതൃത്വമാണ്. രാഹുൽ ഗാന്ധിയാണ് എന്നെ MLA ആക്കിയത്. വീണ്ടും അവർ തന്നെയാണ് സീറ്റ് നൽകി. ഈ തവണയും എനിക്ക് ദേശീയ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. KPCC മുഴുവൻ നേതാക്കന്മാരും എനിക്ക് സപ്പോർട്ടാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വിലച്ചു കൂടായിരുന്നോ മനുഷ്യ?